ഹായ് ഫ്രണ്ട്സ്, ലിനീസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നിവിടെ ഒരു കിടിലൻ വെജ് കട്ട്ലേറ്റ് തയ്യാറാക്കാം. ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ സോയ ചങ്ക്സ് അഥവാ സോയ ബീൻ എന്ന് പറയും. ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചിക്കൻ കട്ട്ലേറ്റിൻ്റെ സെയിം ഫീലും ടേസ്റ്റുമാണ്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കുന്ന മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ഞാൻ എല്ലാ ദിവസവും രാവിലെ 8 മണിക്ക് അപ്ലോഡ് ചെയ്യുന്ന എൻ്റെ പുതിയ വീഡിയോസ് നിങ്ങളിലേക്ക് പെട്ടെന്ന് കിട്ടുന്നതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിവിടെ ഒരു 150 ഗ്രാം സോയ ചങ്ക്സാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് നല്ല തിളച്ച് വെള്ളമൊഴിച്ച് ഒരു 10 മിനിറ്റ് സോക്ക് ചെയ്യാൻ വയ്ക്കാം. ആ സമയം നമുക്ക് ഒരു വലിയ ഉരുളൻകിഴങ്ങ് നടുവെ മുറിച്ച് അതൊന്ന് വേവിക്കാനായിട്ട് നമുക്കൊരു കുക്കറിൽ വെക്കാം. അത് 2 വിസിലടിക്കുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ഇപ്പം നമ്മുടെ സോയ ചങ്ക്സ് നന്നായി കുതിർന്നിട്ടുണ്ട്. അത് നമ്മൾ നന്നായി ഒന്ന് പിഴിഞ്ഞ് അതിൽ വെള്ളം മുഴുവൻ കളഞ്ഞ് അത് നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇതുപോലെ ആയിരിക്കണം. ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാം ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു തവ സ്റ്റൗവിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലല്ല, വെളിച്ചെണ്ണ വേണം. നമ്മൾ കട്ട്ലേറ്റ് ഒക്കെ ഇടാക്കുമ്പോൾ അത് നല്ലത് വെളിച്ചെണ്ണ തന്നെ. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അത് നന്നായി ചൂടായി വരട്ടെ. ഇതിലേക്ക് നമ്മൾ ഒരു 1.5 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഒരു 2 സ്പൂൺ പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത്, ഒരു 2 സവാള കൊത്തിയരിഞ്ഞത്, പിന്നെ ഒരു 1-2 സ്പൂൺ മല്ലിയില. ആദ്യം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുക്കാം. അതൊന്ന് നന്നായി വഴറ്റി അതിലേക്ക് നമുക്ക് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഒരുവിധം മൂപ്പാവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പച്ചമുളകൊക്കെ നന്നായി ചെറുതാക്കി വേണം അരിഞ്ഞെടുക്കാനായിട്ട്. കാരണം കട്ട്ലേറ്റ് കഴിക്കുമ്പോൾ നമുക്ക് ആ പച്ചമുളക് കടിക്കരുത്. അതിനുവേണ്ടി നമുക്കതൊരു നന്നായി ചെറുതായി വേണം ചോപ്പ് ചെയ്തെടുക്കാൻ. ഇപ്പം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ഒരു 4 സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നമുക്കത് നന്നായി വഴറ്റിയെടുക്കാം. നല്ല ബ്രൗൺ ഷെയ്ഡ് ആവുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മൾ ഇത് നന്നായി വഴണ്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് നമ്മളിടുമ്പോൾ കുറച്ച് മാത്രം ആദ്യം ഇടാം. കാരണം കട്ട്ലേറ്റ് ആകുമ്പോൾ ഒത്തിരി ഉപ്പായാൽ നമുക്ക് അതിൻ്റെ കട്ട്ലേറ്റിൻ്റെ ശരിയായ ടേസ്റ്റ് നമുക്കറിയാതെ പോകും. അതുകൊണ്ട് കുറച്ച് ഉപ്പിടുക. കാരണം ഇത് നമ്മൾ സോസൊക്കെ മുക്കി തിന്നുമ്പോൾ ആവശ്യത്തിന് ഉപ്പ് ആയിക്കോളും. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 സ്പൂൺ ഗരം മസാല പൗഡർ ഇട്ട് കൊടുക്കാം. ഒരു 1/2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 4 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടി നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. നന്നായി ഒന്ന് മുരിഞ്ഞു വരണം. നമ്മൾ സോയ ചങ്ക്സ് ഈ മസാലയിലിട്ടാണ് നമ്മൾ മൊരിച്ചെടുക്കുന്നത്. അല്ലാതെ നമ്മൾ പ്രത്യേകമായി ആദ്യം വേവിച്ചിട്ടൊന്നല്ല, നമ്മൾ ക്രഷ് ചെയ്തെടുത്തതാണ്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചാണ് സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട്
ഒന്ന് മൊരിയിച്ചെടുക്കണം. വെളിച്ചെണ്ണ പോരെങ്കിൽ ഒരു സ്വല്പം കൂടി ഒഴിച്ചു കൊടുക്കുക. കാരണം ഇത് വേവാണ്. നമ്മൾ ശരിക്കും നല്ല നമ്മളിത് വേവിക്കാതെയാണ് ഇത് അടിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ആ വേവ് നമ്മളിത് മൊരിയിച്ചെടുക്കുമ്പോൾ കിട്ടണം. ശരിക്കും ഒന്ന് നമ്മൾ കീമ ഫ്രൈ ചെയ്യണ പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമുക്കിത് നന്നായി ഒന്ന് വഴറ്റിയിട്ട് നമുക്കിതൊന്ന് ഒരു മിനിറ്റ് 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഞാൻ മൂടി മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഇത് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കാരണം ഇത് നമ്മൾ സോക്ക് ചെയ്യാൻ വയ്ക്കുമ്പോൾ ശരിക്കും ഇതിലേക്ക് വെള്ളമൊക്കെ കയറണതാണ്. അതൊക്കെ ഒന്ന് മാറി കിട്ടണം. എന്നാലേ നമുക്കത് ഒരു മീറ്റിൻ്റെ ഫീൽ ഉണ്ടാവുള്ളൂ. നന്നായി ഇതൊന്ന് മൊരിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ഉരുളൻകിഴങ്ങ് വേവിച്ച് ഒന്ന് പൊടിച്ചെടുത്തത് ഇതിലിട്ടൊന്ന് ശരിക്കും കുഴച്ചെടുക്കണം. ഉരുളൻകിഴങ്ങ് നന്നായി വേവണം. കാരണം അതിൽ എന്നാലേ നമ്മൾ ഈ സോയ ചങ്ക്സും കൂടി ഒന്ന് ശരിക്ക് കുഴച്ചെടുക്കാൻ പറ്റുള്ളൂ. ഒരു വലിയ ഉരുളൻകിഴങ്ങ് മതിയാവും നമുക്കിപ്പോൾ 150 ഗ്രാം സോയ ചങ്ക്സിന്. ഈ ഉരുളൻകിഴങ്ങ് നമുക്ക് ശരിക്കും അതിലിട്ടൊന്ന് കൈ വെച്ച് തന്നെ ശരിക്കും കുഴച്ചെടുക്കണം. സോയ ചങ്ക്സ് നല്ല ചൂടോടുകൂടി തന്നെ നമുക്ക് ഈ ഉരുളൻകിഴങ്ങിലിട്ട് കുഴക്കണം. അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് ഈ കയ്യിൽ വെച്ച് തന്നെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ചൂട് കുറച്ച് കുറയുമ്പോൾ നമ്മൾ കൈ വെച്ച് ശരിക്കും കുഴച്ച് രണ്ടും കൂടിയും മിക്സ് ആക്കണം. സവാളയും ഇഞ്ചിയും പച്ചമുളകൊക്കെ ഇത്തിരി കൂടുതലിട്ടാൽ അത്രയും ടേസ്റ്റ് നമുക്ക് കിട്ടും. നന്നായി കുഴച്ചെടുക്കാം. ഇനി അതൊന്ന് ചെറിയ ഉരുളകളാക്കി ഉരുട്ടി എടുക്കാം. ഇതുപോലെ എന്നിട്ട് നമുക്കിതിൽ ചെറിയൊരു സ്പൂണിലേക്ക് വെച്ചിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇതേ ഷേപ്പിൽ നമുക്കിപ്പോൾ ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇതേ ഷേപ്പിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിലാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് കിട്ടും. അങ്ങനെ ഞാനിപ്പോൾ എല്ലാം ചെയ്തിട്ടുണ്ട്. ഈ സ്പൂൺ വെച്ചാണ് ഇതിപ്പോൾ ഇതെല്ലാം ചെയ്തത്. അധികം കുഴിയുള്ള സ്പൂണായിരിക്കരുത്, കാരണം ഒത്തിരി ബോൾസായി പോവും. ഇതേ പരിപാടി നമുക്ക് എല്ലാം എടുക്കാം. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിൽ കുറച്ച് ബ്രെഡ് ഇട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇതൊന്ന് നമുക്ക് പൊടിച്ചെടുക്കാം. ഇതേപോലെ ഞാനിപ്പോൾ ഒരു 5-8 കഷ്ണം ബ്രെഡ് എടുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 2 മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായി ബീറ്റ് ചെയ്യാം. ഇപ്പം നമുക്ക് മുട്ട ബീറ്റ് ചെയ്തും ബ്രെഡ് ക്രംസും റെഡി ആയിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഓരോന്നാളായിട്ട് റോൾ ചെയ്ത് എടുക്കാം. നമ്മൾ മുട്ട ബീറ്റ് ചെയ്തതിൽ മുക്കിക്കഴിഞ്ഞാൽ പിന്നെ അത് ഉടനെ തന്നെ ബ്രെഡ് ക്രംസിലേക്ക് ഇടണം. അല്ലെങ്കിൽ ഇതിൻ്റെ ആ ഒരു വെള്ളത്തിൻ്റെ അംശം കട്ട്ലറ്റിനുള്ളിലേക്ക് വലിച്ചെടുക്കും. അപ്പോൾ അതുകൊണ്ട് ഉടനെ തന്നെ നമ്മൾ ഈ ബ്രെഡ് ക്രംസിലേക്ക് ഇടുക. പിന്നെ കട്ട്ലേറ്റ് ചിലപ്പം നമ്മൾ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കഴിയുമ്പോൾ ചിലത് വിണ്ട് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ തോന്നുകയാണെങ്കിൽ ഉടനെ ഒരു 2 സ്പൂൺ കോൺഫ്ലോർ എടുത്തൊന്ന് പാല് പോലെ കലക്കി അതിലും കൂടി ഒന്ന് മുക്കിയിട്ട് വേണം നമ്മൾ ബ്രെഡ് ക്രംസിലിടാനായിട്ട്. അങ്ങനെ ആകുമ്പോൾ കട്ട്ലേറ്റ് വിണ്ട് വരില്ല. ഇതുപോലെ ഓരോന്നായിട്ട് നമുക്ക് എല്ലാ ബോൾസും റോൾ ചെയ്തെടുക്കാം. നമ്മൾ ഇതിൻ്റെ ഉള്ളിലുള്ള നമ്മുടെ ഈ സോയ ചങ്ക്സ് നന്നായി നമ്മൾ മൊരിയിച്ച് വേവിച്ചെടുത്തേക്കണതുകൊണ്ട്
ഉള്ളൊന്നും ഇനി വേവാനില്ല. നമുക്ക് ആ പുറമേ ഉള്ള ആ ഭാഗം മാത്രം നമുക്കൊന്ന് കോട്ടിങ് മാത്രം ഒന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മതി. അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മളിത് മൊരിച്ചെടുക്കാൻ പാടുള്ളൂ. അതല്ലെങ്കിൽ പെട്ടെന്നങ്ങ് കരിഞ്ഞു പോകും. മീഡിയം ഫ്ലെയിമിലിട്ടിട്ടുണ്ടെങ്കിൽ ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമുക്കതൊന്ന് പതുക്കെ മറച്ചിട്ട് കൊടുക്കാം. ഇത് സാധാരണ നമ്മൾ ചിക്കൻ കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉള്ള അതേ ടേസ്റ്റ് തന്നെയാണ്, ഒട്ടും വ്യത്യാസമില്ല. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ഇതിപ്പോൾ ഒരുവിധം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. എല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. ബൈ.